അങ്ങനെ 2025 ലാസ്റ്റ് മാസം വന്നു. ഈ മാസത്തോടെ ഈ വർഷം തീരുകയാണ്. എന്ത് പെട്ടെന്നാണല്ലേ. 365 ദിവസം കണ്ടായിരുന്നു. അപ്പൊ ഡിസംബറിൽ തിയേറ്ററുകളും ഡീറ്റെയിലും റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഡിസംബർ 1-ാം തീയതി, അതായത് ഇന്ന് തന്നെ പ്ലേയിങ് ഗ്രേസി ഡാർലിംഗ് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ടുണ്ട്. ഡിസംബർ 5-ാം തീയതി കുറെ റിലീസുകളുണ്ട്. കഴിഞ്ഞ മാസം 27-ാം തീയതി റിലീസ് ചെയ്യാനിരുന്ന മമ്മൂട്ടിയുടെ കളങ്കാവല് ഡിസംബർ 5-ാം തീയതിയാണ് റിലീസ് ആകുന്നത്. OTT റൈറ്റ്സ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോയതിനാലാണ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തതെന്നാണ് കേട്ടത്. വിനായകനാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. മീര ജാസ്മിൻ, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും പടത്തിലുണ്ട്. ജിതിൻ കെ ജോസ് ആണ് ഈ പടത്തിന്റെ സംവിധായകൻ. മുജീബ് മജീദാണ് ഇതിന്റെ മ്യൂസിക്. എനിക്ക് ഈ മാസം ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണിത്. കാർത്തിയുടെ തമിഴ് ആക്ഷൻ കോമഡി വാ വാത്തിയാർ 5-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. നളൻ കുമാരസ്വാമിയാണ് ഇതിന്റെ ഡയറക്ടർ. കൃതി ഷെട്ടി, സത്യരാജ് തുടങ്ങിയവരും പടത്തിലുണ്ട്. ഹിന്ദി ആക്ഷൻ ചിത്രം ദുരന്തർ 5-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ട്രെയിലറൊക്കെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. രൺവീർ സിംഗ് ആണ് ഈ പടത്തിൽ നായകനായിട്ട് വരുന്നത്. കൂടാതെ അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, മാധവൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ പടത്തിലുണ്ട്. ഇന്ദ്രജിത്തിന്റെ മലയാളം ത്രില്ലർ ധീരം, ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല, വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ആകേണ്ടിയിരുന്ന അർജുൻ അശോകൻ, ഷറഫുദ്ദീനൊക്കെ അഭിനയിച്ച ഖജുരാഹോ ഡ്രീംസ് എന്നൊരു പടം, അതുപോലെ ബാലയ്യയുടെ അഖണ്ഡ 2, അനുപമ പരമേശ്വരന്റെ തമിഴ് പടം ലോക്ക്ഡൌൺ, ഇംഗ്ലീഷ് ഹൊറർ പടം ഫൈവ് നൈറ്റ് അറ്റ് ഫ്രെഡീസ് പാർട്ട് 2 എന്നീ പടങ്ങളും 5-ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കൂടാതെ കിൽ ബിൽ റീ റിലീസ്, അതായത് കിൽ ബില്ലിന്റെ 2 സിനിമകളും ജോയിന്റ് ആയിട്ട് വരുന്ന സിനിമ കിൽ ബിൽ ദ വോൾ ബ്ലഡി അഫെയർ എന്നാണ് പേര്. അത് അന്ന് തന്നെ റിലീസ് ഉണ്ട്. പടം അൺകട്ട് ആയിരിക്കും. കൂടാതെ അൺറേറ്റഡ് അൺസീൻ ഫൂട്ടേജസും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഒപ്പം സ്റ്റീഫൻ എന്ന തമിഴ് ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിലും 5-ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. ഡിസംബർ 6-ന് ഹണി റോസ് നായികയായിട്ട് വരുന്ന മലയാളം ആക്ഷൻ ത്രില്ലർ റേച്ചൽ റിലീസ് ആകും. 12-ാം തീയതി നൈസ് ഔട്ട് ഫ്രാഞ്ചൈസിൽ വരുന്ന വേക്കപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററി എന്ന ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ പടം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. സിറ്റി ഓഫ് ഷാഡോസ് എന്നൊരു സ്പാനിഷ് ത്രില്ലർ സീരീസും അന്ന് തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നുണ്ട്. കൂടാതെ രാധിക ആപ്തയുടെ സാലി മുഹബത്ത് എന്നൊരു ഹിന്ദി ത്രില്ലർ സിനിമ C5ലും റിലീസ് ആവുന്നുണ്ട്. ഒപ്പം 12-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ മഹാസേന എന്നൊരു തമിഴ് പടവും റിലീസ് ആവുന്നുണ്ട്. ഡിസംബർ 14-നാണ് ഹൊറർ സീരീസ് IT വെൽക്കം ടു ഡെറിയുടെ ഫൈനൽ എപ്പിസോഡ് ആപ്പിൾ TV പ്ലസിൽ സ്ട്രീം ചെയ്യുന്നത്. 17-ാം തീയതി ഫാൾ ഔട്ട് സീരീസിന്റെ സീസൺ 2 ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ആവുന്നുണ്ട്. 18-ാം തീയതിയാണ് മലയാളം ആക്ഷൻ കോമഡി ഭബ്ബ ഭയം ഭക്തി ബഹുമാനം റിലീസ് ആവുന്നത്. ദിലീപ് നായകനാവുന്ന പടത്തിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരോടൊപ്പം മോഹൻലാലും ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. മോഹൻലാൽ വന്നതോടെ പടത്തിന്റെ ഹൈപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട്. പുതുമുഖം ധനഞ്ജയ് ശങ്കറാണ് പടത്തിന്റെ സംവിധായകൻ. ഷാൻ റഹ്മാനാണ് ഇതിന്റെ സംഗീതം. പ്രദീപ് രംഗനാഥന്റെ LIK ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി 18-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന പടത്തിൽ കൃതി ഷെട്ടിയും SJ സൂര്യയുമാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക്. ഒപ്പം അരുൺ വിജയുടെ റട്ടത്തല എന്ന ആക്ഷൻ പടവും അന്ന് തന്നെ റിലീസ് ഉണ്ട്. 19-ാം തീയതിയാണ് അവതാറിന്റെ പുതിയ സിനിമയായ അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസ് ആവുന്നത്. 19-ന് മാധുരി ദീക്ഷിത്തിന്റെ മിസ്സസ് ദേശ്പാണ്ഡെ എന്നൊരു ഹിന്ദി ത്രില്ലർ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആവുന്നുണ്ട്. രാത് അക്കേലി ഹെ സിനിമയുടെ സെക്കൻഡ് പാർട്ട് രാത് അക്കേലി ഹെ ദ ബെൻസാൽ മർഡേഴ്സും അതുപോലെ കൊറിയൻ സർവൈവൽ ത്രില്ലർ സിനിമയായ ദ ഗ്രേറ്റ് ഫ്ലഡും നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റിലീസ് ആവുന്നുണ്ട്. ഈ കൊറിയൻ സിനിമയുടെ ട്രെയിലർ ഒക്കെ കൊള്ളാമായിരുന്നു. ഇനി ക്രിസ്മസ് സ്പെഷ്യൽ സിനിമകളാണ്. ഡിസംബർ 25-ാം തീയതി നിവിൻ പോളിയുടെ സർവം മായ റിലീസ് ആകും. പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ആദ്യ സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഈ പടത്തിൽ അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. ജസ്റ്റിൻ പ്രഭാകരനാണ് ഈ പടത്തിന്റെ സംഗീതം. ഇതൊരു ഹൊറർ കോമഡി ഫാന്റസി സിനിമയാണെന്നാണ് കേട്ടത്. പലതവണ റിലീസ് ഡേറ്റ് മാറ്റിവെച്ച മോഹൻലാലിന്റെ മലയാളം തെലുഗു ബൈലിംഗ്വൽ ഫാന്റസി ഡ്രാമ വൃഷഭയും ഡിസംബർ 25-ന് റിലീസ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവട്ടെ, ആക്ഷൻ സിനിമ ചത്താ പച്ചയും 25-ന് റിലീസ് ആകുമെന്ന് പറയപ്പെടുന്നു. പക്ഷെ മിക്കവാറും ജനുവരിയിലായിരിക്കും റിലീസ് എന്നാണ് കേട്ടത്. ബുക്ക് മൈ ഷോയിൽ ഡിസംബർ 25-ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. ഹോളിവുഡ് അഡ്വഞ്ചർ കോമഡി അനക്കോണ്ടയും ഡിസംബർ 25-ന് റിലീസ് ഉണ്ട്. ഒപ്പം 2 കന്നഡ സിനിമകൾ രാജ്ബി ഷെട്ടി, ശിവരാജ് കുമാർ, ഉപേന്ദ്ര ടീമിന്റെ 45, കിച്ച സുദീപിന്റെ മാർക്ക് എന്നീ പടങ്ങളും 25-നുണ്ട്. ഹിന്ദി വാർ മൂവി ഇക്കീസും 25-ന് തന്നെ റിലീസ് ഉണ്ട്. അനശ്വര രാജൻ അഭിനയിച്ച തെലുഗു ആക്ഷൻ പീരിയോഡിക് ഡ്രാമ ചാമ്പ്യനും ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 വോളിയം 2 ഡിസംബർ 25-ന് 3 എപ്പിസോഡുകളും ഫിനാലെ എപ്പിസോഡ് ഡിസംബർ 31-നും സ്ട്രീം ചെയ്യും. ഓരോ എപ്പിസോഡും 1.25 മണിക്കൂർ മുതൽ 1:50 വരെയൊക്കെ ലെങ്ത് ഉണ്ട്. അതായത് ഒരു 4 എപ്പിസോഡ് 4 സിനിമ കാണുന്ന പോലെ ഇരിക്കും. എന്തായാലും അതിനും ഞാൻ വെയിറ്റിംഗ് ആണ്. ഫുൾ സീസൺ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. കൂടാതെ പ്ലൂറിബസ് ത്രില്ലർ സീരീസ് ആപ്പിൾ TV പ്ലസിൽ ഡിസംബർ 26-ാം തീയതിയോടുകൂടി എല്ലാ എപ്പിസോഡുകളും കംപ്ലീറ്റ് ചെയ്യും. വെട്രിമാരൻ സിംബു ടീമിന്റെ അരസൻ ഡിസംബർ 31-ന് തിയേറ്ററുകളിലെത്തുമെന്ന് പറയുന്നു. കൺഫേം ആയിട്ട്
ആയിട്ടില്ല. ഈ പടത്തിൽ വിജയ് സേതുപതിയും ആൻഡ്രിയ ജെറമിയും പ്രധാന വേഷങ്ങളിലുണ്ട്. അനിരുദ്ധാണ് ഈ സിനിമയുടെ മ്യൂസിക്. അപ്പോൾ ഇത്രയുമാണ് ഡിസംബർ മാസത്തിൽ തിയേറ്ററുകളിലും ഡേറ്റ് റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഞാൻ ഏതെങ്കിലും പടം മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ശരിയാണ്.